ഹലോ ഫ്രണ്ട്സ്, എഫക്സിനുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ തന്നെ പ്രീവിയസ് ക്ലാസ് തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൽ ലെയറിൻ്റെയൊക്കെ പഴയ ക്ലാസ്സിന് ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട്. അതായത് ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ സ്കെയിൽ ചെയ്യണം, അതുപോലെ തന്നെ അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, ലെയർ പാനൽസ് എന്താണ്, അതുപോലെ തന്നെ നമ്മളൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ഒരു സോഴ്സ് ഇമേജ് ആയിട്ടും അതുപോലെ തന്നെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ എങ്ങനെ അതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ് ആണ് ഇന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ നമ്മൾ ക്ലാസ് 1 കഴിഞ്ഞു, പക്ഷെ അതിൻ്റെയും കുറച്ച് ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൾട്ടി ഇമേജസ്, ഇപ്പം 3-4 ഇമേജസ് ഒക്കെ ഉണ്ട്. അതങ്ങനെ ഒറ്റ ഒരു പ്രോജക്റ്റ് വർക്കിൽ സോഴ്സ് ഇമേജ് ആയിട്ട് 1, 2, 3, 4 ലെയർ ആയിട്ടൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ലെയറിന്റെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ക്ലാസ് ആയിട്ടുള്ളത്. ഇപ്പം ലെയർ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും, അതായത് ടോപ്പിലോട്ടും ബോട്ടത്തിലോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കിപ്പോൾ ഒരു ബാക്കിൽ കിടക്കുന്ന ഒബ്ജക്റ്റിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം, അതുപോലെ തന്നെ ഇടയിലോട്ടൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിന്റെ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന മെയിൻ പേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പടങ്ങൾ സെലക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഇമേജ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ടോട്ടൽ ഒരു 4 ഇമേജ് ഉണ്ട്. ഈ 4 ഇമേജ് വെച്ചാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മളൊരു ഓപ്പൺ ചെയ്യുകയാണ്. അതായത് ഇതിനകത്ത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത്. Ctrl O ആണ് അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. Ctrl O പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇമേജ് 1 എന്നുള്ളതിനെ ഞാൻ ഓപ്പൺ ചെയ്ത് ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു സോഴ്സ് ഇമേജ് ആയിട്ടാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഒരു 3-4 എങ്ങനെ ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത്. Ctrl പ്രസ് ചെയ്യുക, കീബോർഡിൽ Ctrl പ്രസ് ചെയ്തിട്ട് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ 2, 3, 4 വേറെ വേറെ ലെയർ, അതായത് വേറെ വേറെ വർക്കിലാണ്, അതായത് വേറെ വേറെ കോമ്പോസിഷനിലാണ് ഇതിപ്പം ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ ഒറ്റ ഒരു ലെയറിൽ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് പഠിക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഡ്രാഗ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പോഴത്തേക്ക് ഒരു ക്രോസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പം ഈ ടോപ്പിൽ വന്നിട്ടൊരു ടിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ടിക്ക് അങ്ങ് കൊടുക്കുക, അല്ലെങ്കിൽ Ctrl Enter കൊടുക്കുക, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തുകൊണ്ടും ടിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു ക്രോസ് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ 2 പറഞ്ഞ ഇമേജ് നോക്കുമ്പോൾ ഇതിനകത്തുള്ള റൈറ്റ് സൈഡിൽ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് തമ്പനയിലിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് പോകും. ഇതാണ് സോഴ്സ് ഇമേജ് എന്ന് പറയുന്നത്. ഒറിജിനൽ ഇമേജ് ഇതാണ്. പക്ഷെ നമ്മളിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് ഏരിയയ്ക്കകത്ത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ് ഈ സ്മാർട്ട് ഒബ്ജക്റ്റ്. ഇതെങ്ങനെ കളയാന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഇപ്പം കുറച്ച് ലെയർ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് അതിനൊന്ന് ക്ലോസ് ചെയ്യാം. എല്ലാം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ഇതാണ് സെക്കൻഡ് ലെയർ, 2ാമത്തെ ലെയറിലാണ് ആ സെക്കൻഡ് റീനെയിം ചെയ്തിട്ടുള്ള ഒരു ഫോൾഡർ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സോഴ്സ് ഇമേജിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ഇതിനെ തന്നെ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിനെ നമുക്കല്ലാതെ റാസ്റ്ററൈസ് ഇമേജ് ആക്കി മാറ്റാനും പറ്റും. ഇപ്പോൾ മൗസിൽ റൈറ്റ് ക്ലിക്ക് എടുക്കുക, അതിൽ റാസ്റ്ററൈസ് ഇമേജ് ഉണ്ട്. ഇത് ഇമേജ് ആക്കിയിട്ട് വേണം ഇതിനെയൊക്കെ വർക്കൗട്ട് ചെയ്യാനുള്ളൂ. ഇപ്പോൾ കട്ട് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് എങ്ങോട്ടെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാനാണെങ്കിലും ആ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 1, 2 ലെയർ. നെക്സ്റ്റ് ഞാൻ അടുത്ത് ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്തിടുകയാണ്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഇൻറ്റു ക്രോസ് നമ്മൾ ടിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറും. അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ ചെയ്ത് കൊടുത്താലും മതി. ഈ പൊസിഷൻ കീ ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടൊക്കെ മൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഓട്ടോ സെലക്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ ഓണായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ വരത്തുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, റൊട്ടേറ്റ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിനകത്ത് നിന്ന് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അത് ഈ ഷോ ട്രാൻസ്ഫോം കൺട്രോൾ ഓപ്ഷൻ ഓണായിരുന്നാൽ മാത്രമേ നമുക്കതൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം ഇപ്പം അങ്ങനെ ഇല്ലാണ്ടില്ലേ, നമുക്ക് ആ സ്കെയിൽ ചെയ്യാൻ പറ്റത്തില്ല, മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ടൂളാണ്. ഞാൻ പ്രീവിയസ് ക്ലാസ്സിലും എടുത്തപ്പോൾ അവർ ഒരുപാട് ഡൗട്ടായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു ടൂളായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ക്ലാസ് ആയിട്ട് പോകുന്നത്. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ക്ലാസ് 1 നമ്മൾ
5-6 മാസങ്ങൾക്ക് മുന്നേ പഠിച്ച ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടും എനിക്ക് മെസ്സേജൊക്കെ അയച്ചു. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് പറയുന്നത്. നമുക്ക് അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത് നമുക്ക് ഫയലിൽ പോവുക. ഫയലിൽ പോയിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിന്ന് ലോഡ് ഫയൽസ് ഇൻറ്റു സ്റ്റാക്ക് അത് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, ലോഡ് ലെയർ എന്നുള്ളത്. അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫയലായിട്ട് കൊടുക്കാം, നമുക്ക് ഫോൾഡറായിട്ടും കൊടുക്കാം. നമുക്ക് ഫയലായിട്ട് സെലക്ട് ചെയ്യാം. ബ്രൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇമേജ് 3 ഇമേജ് ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ വർക്ക് ഏരിയയിൽ തന്നെ എല്ലാം വരും. ഇപ്പോൾ കണ്ടില്ലേ അവിടെ 1, 2, 3 അങ്ങനെ 3 ഇമേജ് അതിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്യാം. ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി അലൈൻ സോഴ്സ് ഇമേജും അതുപോലെ തന്നെ ക്രിയേറ്റ് സ്മാർട്ട് ഒബ്ജക്റ്റും. അപ്പോൾ ഇതിൽ അറ്റംപ്റ്റ് ടു ഓട്ടോമാറ്റിക്കലി അലൈൻ സോഴ്സ് ഇമേജാണ് ഞാൻ കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഇമേജ് എല്ലാം ഒറ്റ ഇതിൽ തന്നെ ഫോം ചെയ്തു വരും. അതായത് ഇപ്പോൾ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ അതിൽ എല്ലാം ആ ഒരു നമ്മുടെ ആ ലെയറിൽ തന്നെ 1, 2, 3 ഒരുമിച്ച് കണ്ടില്ലേ എല്ലാം ഫോം ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നോർമലായിട്ടുള്ള ഒരു മെത്തേഡാണ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. അത് തന്നെ നമ്മൾ ലോഡ് ടു ആ ഒരു ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വരുന്നത് ബ്രൗസിൽ ഞാൻ ഇപ്പോൾ ബാക്കി ഉള്ള ഇമേജസ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഞാൻ സെക്കൻഡ് ഓപ്ഷനാണ് കൊടുക്കുന്നത്, ക്രിയേറ്റ് എ സ്മാർട്ട് ഒബ്ജക്റ്റ് ആഫ്റ്റർ ലോഡിങ് എ ലെയർ. ഇത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്മാർട്ട് ഒബ്ജക്റ്റിനകത്തായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് വരും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് എൻ്റർ ചെയ്ത് കയറുന്നൊരു ലെയർ ഫോർമാറ്റിലോട്ട്. അതായത് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ 3 ഇമേജും ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ഈ 2 പറയുന്ന 2 .jpg ആ ഒരു ലെയറിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 ലെയറും കാണാൻ പറ്റും. ഇതാണ് ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതികളിൽ നമുക്ക് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ലെയർ പാനൽസ് ഇതിനെയൊക്കെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ലെയർ പാനൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 ലെയറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് മെത്തേഡാണ്. നമുക്കിതിനെയൊക്കെ ഡിലീറ്റ് ചെയ്യാം. അടുത്ത് ഒരു പുതിയ സംഭവമാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് പുതിയൊരു ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാണ്. നമുക്കിപ്പോൾ ഒരു പ്രീസെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോൾ 1080 × 1350 ഒരു നോർമൽ പിക്സലിലുള്ളൊരു ഐറ്റമാണ് ഞാൻ കൊടുത്തിരുന്നു ഡോക്യുമെൻറ്റ്. അപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്തൊരു ഇമേജ് ഡ്രാഗ് ചെയ്ത് ഞാൻ വലിച്ചിടുകയാണ്. എന്നിട്ട് നേരത്തെ പോലെ നമ്മൾ എൻ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ആ ടിക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്രോസ് അങ്ങ് മാറി കിട്ടും. എന്നിട്ട് സെൻറ്ററിൽ അലൈൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്ത് വലുതാക്കാം. ഷിഫ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ഡ്രാഗ് ചെയ്യണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള സ്കെയിലിംഗ് നമുക്ക് കിട്ടത്തുള്ളൂ. ഷിഫ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്ത് വേണം സ്കെയിൽ ചെയ്യാൻ. അപ്പോൾ ഇതിനെ ഞാൻ ഒരു സെൻട്രൽ അലൈനൊക്കെ ആക്കി ഒരു ഫ്ലവറിൻ്റെ പടമാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ നമുക്ക് ബാക്കി വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതിനാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലൊരു റീനെയിം കൊടുക്കാം. ഞാൻ 1 എന്ന് പറഞ്ഞൊരു നെയിം സെറ്റ് ചെയ്തു. അടുത്ത് നമുക്ക് ലെയർ സെലക്ട് ചെയ്യാം. ഇവിടെ ആ ഒരു താഴെ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ ലെയറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ലെയർ ഫോം ചെയ്യും. അവിടെ നിന്ന് റെക്റ്റാങ്കിൾ ടൂള് അല്ലെങ്കിൽ സെലക്ഷൻ ടൂളാണ് ഇതിനെ. ഈ സെലക്ഷൻ ടൂൾ വെച്ച് ഞാൻ ഒരു ഹാഫ് പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നൊരു സോളിഡ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു യെല്ലോ കളർ കൊടുക്കുകയാണ്. കളർ യെല്ലോ ആയിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. അടുത്ത് ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം. Ctrl+J അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി കിട്ടും. അല്ലെങ്കിൽ അവിടെ ലെയറിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യേണ്ട അകത്തുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ഞാൻ താഴോട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിനൊരു കളർ മാറ്റുകയാണ്. കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ, യെല്ലോ ഒരു ഡാർക്ക്, നല്ലൊരു ഡാർക്ക് തന്നെ കൊടുത്തു. അപ്പോൾ ഇപ്പം നമുക്കെല്ലാം കൂടെ ടോട്ടൽ ഒരു 4 ലെയറിലൊരു വർക്ക് ഫയലുകളുണ്ട്. കണ്ടില്ലേ? 1 റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അറിയാൻ പറ്റും. ഇത് ഓൺ ചെയ്ത് ഐ ബട്ടൺ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ആ യെല്ലോ ഞാൻ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇതിനൊന്ന് ചെറുതാക്കി വെക്കുകയാണ്. ഷിഫ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ചെറുതാക്കുക. അതുപോലെ മറ്റേ ലെയറിനെയും ഇതേ സെയിം സൈസിൽ തന്നെ സ്കെയിൽ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇത് ലെയർ അറേഞ്ച്മെൻ്റ് ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ആ ഒരു ഡാർക്കായിട്ടുള്ള യെല്ലോ കളറിനെ ടോപ്പിലോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് മറ്റേ യെല്ലോ കളർ ബാക്കിലാണ് വന്നത്. അപ്പോൾ നമുക്കിതിനെ ഈ പ്യുവർ യെല്ലോ കളർ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിനെ വലിച്ച് ഡ്രാഗ് ചെയ്ത് മേളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ലെയറിൻ്റെ ഓപ്ഷൻ, അവിടെ നിന്ന് ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ ഫ്ലവറിൻ്റെ പടം ഇട്ടപ്പോഴത്തേക്കും ഫ്ലവർ ഫ്രണ്ടിലായി. അപ്പോഴത്തേക്കും ബാക്കി മറ്റേ 2 ഭാഗം അടിയിലോട്ട് പോയി. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിലെ ഡൗട്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ നമുക്ക് ലെയർ പാനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ്, ഇതിനകത്ത് ഈ ലെയറിൽ തന്നെ ഒരുപാട് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഡിസോൾവ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പല ലൈറ്റ്, അതായത് ഇതിനകത്ത് തന്നെ ഒരു 10 ഓപ്ഷൻസ് ഉണ്ട്, 10 കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. കളർ ബേൺ, അതുപോലെ തന്നെ ലീനിയർ ബേൺ. ഇത് സെലക്ട് ചെയ്തിട്ട് ഡൗൺ ആരോ പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഓരോന്നും കൊടുക്കുമ്പം ഓരോന്നിൻ്റെ എഫക്റ്റ് ആയിട്ട് വരും. നമുക്ക് അടുത്ത പുതിയ ക്ലാസ്സിൽ അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് വെച്ച് നോക്കുന്നതാണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് അതിൽ വരുന്നത്. ഇത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, അതായത് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലും അതുപോലെ തന്നെ ഫോട്ടോ മാനിപ്പുലേഷനിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ പഴയ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂസ് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ ഉടൻ തന്നെ റിപ്ലൈ അയക്കുന്നതാണ്. അപ്പോൾ എഫക്ട്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എഫക്ട്സിൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.